എന്താണ് വാങ്ങിച്ച ചേട്ടാ? പച്ചവെള്ളം എന്ന് പറയും. അത് പച്ചവെള്ളം കയ്യിലിരിക്കുന്നത് ഇത് ചെറിയതായിട്ട് ഇങ്ങനെ ചൂടല്ലേ, അപ്പൊ തണുക്കാൻ വേണ്ടിട്ട്. കിറ്റ്കാറ്റിന്റെ ഐസ്ക്രീം. എല്ലാരും ബിയർ കുടിക്കണം എന്നാണ് ശാസ്ത്രം. കുടിക്കാത്തവർ പുറത്ത് വെക്കാം. ഇല്ല, ഞാൻ പുറത്ത് നിൽക്കുക. അല്ലല്ല, ഞാൻ ഒത്തിരി വെറൈറ്റി സ്പീഷീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതാണ് സ്കോർപ്പിയൻ നമ്മൾ പേര് കൊടുത്തത്. ഓലോ വിഗോസ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത വീക്കെൻഡ് ട്രിപ്പ് നമ്മൾ നടത്തിയത് ചപ്പാല ലേക്ക് ആയിരുന്നു കേട്ടോ. ചപ്പാല ലേക്ക് എന്ന് പറയുന്നത് നമ്മള് ഗോദലഹാരയിലുള്ളവരുടെ ഒരു വീക്കെൻഡ് ഒരു വൺ ഡേ ട്രിപ്പ് ഡെസ്റ്റിനേഷൻ ആണ്. ഈ ചപ്പാല ലേക്ക് ചെറിയ സംഭവമൊന്നുമല്ല. ഈ ചപ്പാല ലേക്കാണ് നമുക്ക് ഗോദലഹാരയ്ക്കുള്ള എൻ്റെ സിറ്റിക്കുള്ള വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് കൂടാണ്ട് ഈ സ്ഥലത്തിൽ കണ്ടോ ഒത്തിരി പെലിക്കൺസും ഒത്തിരി ബേർഡ്സിന്റെ ഒക്കെ ഹാബിറ്റായിട്ടാണ്. ഒത്തിരി വെറൈറ്റി സ്പീഷീസ് ഒക്കെ ഇവിടെ ഉണ്ട്. മെക്സിക്കോയുടെ ക്ലൈമറ്റ് എന്താന്ന് വെച്ചാൽ ഒത്തിരി അധികം ഡ്രൈനെസ് ഉണ്ട് കേട്ടോ. ഇവിടെ വരണ്ട കാലാവസ്ഥയാണ്. സോ ഇവിടുത്തെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി ഒക്കെ ഒരു വിധം റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നതിൽ നമ്മുടെ ഈ ചപ്പാലയിലേക്ക് ഒത്തിരി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന പെലിക്കൺസ് ഇവരുടെ കഥ എന്താന്ന് വെച്ചാൽ കിലോമീറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പറന്ന് കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കുടിയേറി ഇങ്ങോട്ട് പോരുന്ന ആൾക്കാരാണ് ഈ പെലിക്കൺസ്. കാരണം അവിടെ വിന്ററിന്റെ ടൈമിൽ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മെക്സിക്കോ കമ്പാരിറ്റീവ്ലി അല്ല, അപ്പം അത്യാവശ്യം നല്ല ചൂട് തോന്നുന്നുണ്ട്. അപ്പോൾ വാർമർ ക്ലൈമറ്റിന് വേണ്ടിയിട്ടാണ് ഈ പെലിക്കൺസ് എല്ലാം അവിടെ നിന്ന് മെക്സിക്കോയിലോട്ട് വരുന്നത്. സോ മോസ്റ്റ്ലി ഇവരൊക്കെ കാണുന്നത് നമ്മുടെ ഹാലിസ്കോ ചപ്പാല ലേക്കിലായിരിക്കും ഇവരെ സ്പോട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മുടെ അരുണിമയുടെ വ്ളോഗൊക്കെ കണ്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മെക്സിക്കോയിലെ പറ്റി കുറച്ചൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഭയങ്കര വൈബായിട്ടുള്ള ആൾക്കാർ കേട്ടോ. എല്ലാ ഈവനിങ്സ് അവരിങ്ങനെ പാർക്കുകളിലോ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻസിൽ അവർ പോവും. എന്നിട്ട് അവിടെ ഇരുന്ന് അവർ പാർട്ടി നടത്തും. അവർ ചിലപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ നിന്ന് അവർ ഫുഡ് വാങ്ങിച്ച് കഴിക്കും. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. ഒത്തിരി സന്തോഷത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൂടും കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്ന ഇത്രയും ജനക്കൂട്ടം. ഇവിടെ കുതിരസവാരിയൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. 2 പേര് കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നു. പുള്ളി എത്ര പെസോ എന്നറിയില്ല. ഇവിടെ നമ്മൾ ടിപ്പാ കൊടുക്കുക, പ്രൊപ്പീന എന്നാണ് പറയുക. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ പറ്റി? ഇത് നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ കൊടുക്കും. ഡ്രോണുമായിട്ട് ഇറങ്ങിയേക്കാ. അതെ ഗൈസ്, നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉള്ള ഒരാളുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് 5 പേരായിട്ടാണ് ചപ്പാലയിലേക്ക് ട്രിപ്പിന് പോയേക്കുന്നത്. നമ്മുടെ ചപ്പാലൊക്കെ വെച്ച് ഹാപ്പനിങ് പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഷയുടെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ കാണുന്ന എല്ലാവർക്കും ഇവിടെ ഇംഗ്ലീഷ് അറിയായിരിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ റിട്ടയർ ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാർ ചപ്പാലയുടെ പരിസര പ്രദേശങ്ങളിൽ വീടൊക്കെ വാങ്ങിച്ചു കൂടിയിട്ടുണ്ട്. സോ ഒത്തിരി കാനഡിയൻസും അമേരിക്കൻസും ഒക്കെ ഉള്ള കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം. ഇതേ മുന്നേ ഞങ്ങളെ കൂടാണ്ട് 2 യുവമിഥുനങ്ങൾ കൈയൊക്കെ പുറത്ത് പിടിച്ചിട്ടങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ എവിടെ പോയാലും സോവനിയേഴ്സ് എന്തെങ്കിലും കളക്ട് ചെയ്യാൻ നോക്കും. ചപ്പാല നമ്മുടെ ആദ്യത്തെ ടൈം അല്ല, സ്റ്റിൽ നമ്മൾ ഒന്ന് ചപ്പാലയൊക്കെ നോക്കി ഇവിടുത്തെ എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടാവും നോക്കുക കേട്ടോ. ഇവിടെ ഒത്തിരി നല്ല വെറൈറ്റി സോവനിയേഴ്സ് നമുക്ക് കിട്ടും. നമുക്ക് ഇതേ കണ്ടോ ഒത്തിരി കീ ചെയിൻസും പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് വെറൈറ്റി ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഉണ്ടോ ഇതൊക്കെ ഓരോ ചപ്പാലയുടെ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെയാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ കണ്ടു ഇത് എത്ര ഹാപ്പനിങ് ആണ് ഈ പ്ലേസ് എന്നൊക്കെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ കേട്ടെന്നും ഇരുന്നൊക്കെ ഇത്ര ചില്ലായിട്ട് നമ്മൾ ഇരിക്കുമെന്ന് വളരെ ഡൗട്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെയാണ്. അവിടെ അപ്പുറം ഒരു ബാൻഡിന്റെ പ്രോഗ്രാം ഉണ്ട്. ഒരെണ്ണമല്ല 3-4 ഞങ്ങൾ കണ്ടു. സോ ഇവിടുത്തെ ഡൗൺ ടൗൺ എന്ന് പറയുമ്പോൾ ഒരു പള്ളി ഉണ്ടാവും. പള്ളിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഡൗൺ ടൗൺ ആയിട്ടാണ് നമ്മൾ പറയുക. ഒത്തിരി ഹാപ്പനിങ് സ്ഥലമായിരിക്കും. ഹോട്ടലിന്റെ പേര് ഇവിടെ കയറുന്നവർ എല്ലാരും ബിയർ കുടിക്കണം എന്നാണ് ശാസ്ത്രം. കുടിക്കാത്തവർ പുറത്ത് വെക്കാം. ഇല്ല, ഞാൻ പുറത്ത് നമ്മൾ പോയ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറന്റ് ആണ്. നിങ്ങൾക്ക് കാണാം നല്ല ഗ്രീനറി ഒക്കെ. ലൈക് പ്ലാസ്റ്റിക് ആണ്, സ്റ്റിൽ ഗ്രീനറി ഉണ്ടായിരുന്നു. ദെൻ അവിടെ കുരങ്ങന്മാരൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്.
ആ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെക്സിക്കോയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇതേപോലെ വലിയ ലെറ്ററിൽ ആ സ്ഥലത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൈൻഡ് ഓഫ് ഒരു ഫോട്ടോ സ്പോട്ടാണ്. സംഭവം കൊള്ളാം. നമ്മള് ഓർഡർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലേറ്ററൊക്കെ അടിച്ചു കൊടുക്കും. ഞരമ്പ് കളഞ്ഞ് തൊണ്ട് കളഞ്ഞ് വെൽ കുക്കായിട്ട് ഞങ്ങൾക്ക് കാണും. അതിന് കുറച്ച് സമയം എടുക്കും, പക്ഷെ അവരുടെ മുഖമൊക്കെ മാറും. പക്ഷേ ഒരു വൃത്തി ചെയ്ത് തരും. പിന്നെ നല്ലപോലെ മുളകിടാനും പറയും. അൽഗുസ്തോ ഒരിക്കലും ചതിക്കാറില്ല. അതാണ് എപ്പോഴും നല്ലത്. കുറെ മുളകിട്ട് തരുന്നതാണ്. ഇവരുടെ മുളക് എത്ര നമുക്ക് ഇഷ്ടം പോലെ ക്യാമറോൺസ് ഉണ്ട്, പെസ്കാറ്റോസ് ഉണ്ട്. മെനു അത് സ്കാൻ ചെയ്താൽ കിട്ടും. നമുക്കുള്ളത് നോക്കണ്ടേ? കെസരിയ, സോളോ കെസരിയ. അപ്പുറത്ത് എന്തോ വമ്പൻ ഇവന്റ് നടക്കുന്നുണ്ട്. എല്ലാരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സന്തോഷിക്കുന്നത് തന്നെയാട്ടോ നമ്മള് കാണുന്നത്. എന്തെങ്കിലും പരിപാടി വെച്ചിട്ട് അതേപോലെ പാട്ട് പാടിയിട്ടിരിക്കും. ഇത് കാണാൻ കുറെ ആൾക്കാർ കള്ളും കുടിച്ച് അവിടെ വന്നിരിക്കും. നമുക്ക് സെപ്പറേറ്റ് കൊക്കോമോള ഞാൻ എടുത്തോണ്ടിരിക്കണേ. നിങ്ങളുടെ റിയാക്ഷൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്പാനിഷ് അറിയാവുന്ന ആളാണ് ഇത്. ഞങ്ങൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ പറയുന്ന പാതി നിങ്ങൾ കേൾക്കില്ല. എനിക്കറിയാം, ഞാൻ തിന്നത് അവനൊരു എടുക്കില്ല. നിങ്ങൾ 4 പേരും ചെയ്തോളൂ. ഞാനും നീ തമ്മിൽ ഒരു കൈ നോക്കല്ലേ. പറ്റില്ലേ? അല്ല വേണ്ട വേണ്ട വേണ്ട. അയ്യോ തോർത്തിതാ ചേച്ചി. നീ ഇത് ചോദിക്കുന്ന കേട്ടില്ലേ? മെക്സിക്കോയുടെ ഔദ്യോഗിക ഭക്ഷണമാണ് ചപ്പാത്തി പോലെ തോർത്തി. ഞങ്ങൾ തോർത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഈ തീരെ കുറിച്ച് പറയാനുള്ളത് ഇതൊരു പ്രത്യേക തീയാണ്. കത്തും. എങ്ങനെ കത്തും? പോലെ കത്തുന്നുണ്ട. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചപ്പാലിന്റെ പള്ളി. ഞായറാഴ്ച കുർബാന മുടക്കുന്നത് കാരണം പള്ളി പ്രാർത്ഥിക്കാൻ പോവാം. മെക്സിക്കോയിലെ കടയിലെ പർച്ചേസിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് വാങ്ങിച്ച ചേട്ടാ? പച്ചവെള്ളം എന്ന് പറയും. അത് പച്ചവെള്ളം കയ്യിലിരിക്കുന്നത്. ഇത് ചെറിയതായിട്ട് ഇങ്ങനെ ചൂടല്ലേ, അപ്പൊ തണുക്കാൻ വേണ്ടിട്ട്. കിറ്റ്കാറ്റിന്റെ ഐസ്ക്രീം. പാവപ്പെട്ട കുട്ടികൾക്ക് സംഭാവന കുട്ടികളാണ് ഞങ്ങൾ. ഐസ്ക്രീം കഴിക്കുന്ന ഭാര്യ. അതെ, നമ്മളൊരു ബോട്ട് കയറണം. ബോട്ട് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്കോർപ്പിയൻ ഐലൻഡിൽ പോകും. നമ്മള് ബോട്ടിൽ കയറാൻ പോവാ. അയ്യോ കത്താനെ കണ്ടു. കത്താനെ 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 കണ്ടു. 700 അടിച്ചാ വഴിക്ക് പോയോ? നീന്തണ്ടി വരും മേടിക്കാനായിട്ട്.
കേട്ടോ നമ്മൾ പോണേ. എത്ര പൈസ വെച്ചാൽ 700 pesos. ആർക്ക് നീന്താൻ അറിയാമോ? അപ്പൊ എനിക്ക് കിട്ടി. സോ ഇതാണ് നമ്മൾ പോകുന്ന ഐലൻഡ്. ഐലൻഡിന്റെ പേര് സ്കോർപ്പിയൻ ഐലൻഡ് എന്നാണ്. അപ്പോൾ ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ. ഈ ഐലൻഡിന് സ്കോർപ്പിയൻ ഐലൻഡ് എന്ന് പേര് വന്നത് സ്കോർപ്പിയന്റെ ഷേപ്പ് ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നതുകൊണ്ടാണ്. നമുക്ക് പോയിട്ട് നോക്കാം. ഐലൻഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു മാൽദീവ്സ്, ലക്ഷദ്വീപ് വൈബൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ വൈബല്ല. ഇത് നോർമൽ നമ്മുടെ ഒരു കേരളം അങ്ങനത്തെ ഒരു ഫീലൊക്കെ എനിക്ക് അടിച്ചു. അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ഒരു നോർമൽ പ്ലേസ്. നമുക്കിങ്ങനെ ഐലൻഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, നടന്നില്ല. പിന്നെ നല്ല ബൊഗെയിൻവില്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു ബൊഗെയിൻവില്ല പൂവൊക്കെ ഇങ്ങനെ ഇടിച്ച് പറിച്ച് കൊണ്ടുപോകുന്നായിരുന്നു കേട്ടോ വഴിയിൽ നിന്ന്. ചപ്പാല ലേക്കിൻ്റെ അതേ അങ്ങേറ്റത്ത് വരെ പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ട്. സോ ഞാൻ അങ്ങോട്ടൊന്ന് നടന്നു പോകുന്നതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കടലിൻ്റെ നടുക്ക്, കടലല്ല ലേക്കിൻ്റെ നടുക്ക് പോയി നിൽക്കുമ്പോഴത്തേക്കും എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ പോയി നിൽക്കാൻ. സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ ദേ ഈ കാർഡിനാണ് സ്കോർപ്പിയൻ ഐലൻഡിൻ്റെ മാപ്പ്. ഈ മാപ്പ് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് സ്കോർപ്പിയൻ ഐലൻഡിൻ്റെ ഷേപ്പ് ഉണ്ട്, അതാണ് സ്കോർപ്പിയൻ നമ്മൾ പേര് കൊടുത്തിരുന്നത്. പക്ഷേ ആക്ച്വലി ഇത് നോർമൽ ലാൻഡാണ്. ഒരു കൈയും കാലും ഒക്കെ അവർ വരച്ച് വെച്ചിട്ട് അത് സ്കോർപ്പിയൻ ഐലൻഡ് ആക്കി. ഇവൻ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങൾക്ക് പല പല പേരുകളോ, പ്രാവിൻ്റെ രൂപമോ കുരങ്ങൻ്റെ രൂപമോ ഒക്കെ ആക്കിയിട്ട് അതേപോലത്തെ ഐലൻഡ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് പേരിടാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റിൻ്റെ ടൈമാണ്. സൂര്യകിരണങ്ങളൊക്കെ ഇങ്ങനെ തിരമാലി തട്ടി തഴുകി ഉണർത്തി വരുന്ന കാഴ്ച നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങളെ കാഴ്ച ഒരു പഞ്ചാരത്തുണ്ട്. അയ്യോ നീത ആർക്കെങ്കിലും കൊടുത്താൽ മതി. ദൈവമേ കണ്ടു, ചുവന്ന കളറിൽ എന്ത് രസം സൂര്യനെ കാണാൻ, നല്ല ഭംഗി. ആക്ച്വലി നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയായിരുന്നു. ഇതിനകത്ത് അത്രയും ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളൂ. ഇതാട്ടോ നേരത്തെ നമ്മൾ കാണിച്ച കർത്താവിന്റെ രൂപം. ബൈബിളിൽ കർത്താവ് മുക്കുവന്മാരുടെ കൂട്ടത്തിൽ മീൻ പിടിക്കാൻ പോയ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സൂചകമായിട്ടാണ് തോന്നുന്നു ഈ സ്റ്റാച്ചു ഇവിടെ പണിത് വെച്ചേക്കുന്നത്. നല്ല ഹാപ്പനിങ് ആണ്, കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ തിരിച്ചു പോകട്ടോ. നല്ല സൺസെറ്റും ചപ്പാലയിലെ ട്രിപ്പും ഒക്കെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അഡിയോസ് അമിഗോസ്. അടുത്ത വ്ളോഗിൽ പിന്നെയും കാണാം. ബൈ ബൈ.